വിൻപ്ലസ് മീഡിയയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് വിഷയത്തിൻ്റെ 3ാമത്തെ അധ്യായം ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ഇന്ത്യാസ് റെസിസ്റ്റൻസ് അഥവാ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങളും ഇന്ത്യക്കാരുടെ ചെറുത്തുനിൽപ്പും എന്ന അധ്യായത്തെക്കുറിച്ചാണ് വിശദമാക്കുന്നത്. 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്നതോടൊപ്പം USS മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ അധ്യായത്തിൽ നിന്നും ചോദിക്കാവുന്ന പരമാവധി ചോദ്യങ്ങൾ പരിചയപ്പെടാൻ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ പൂർണ്ണമായി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. റെസിസ്റ്റൻസ് ആൻഡ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ചെറുത്തുനിൽപ്പുകളും ഒന്നാം സ്വാതന്ത്ര്യ സമരവും. ഈ അധ്യായത്തെ പ്രധാനമായും നമുക്ക് 2 ഭാഗങ്ങളായി തരംതിരിക്കാം. ഒന്ന്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമങ്ങൾ, അതിൻ്റെ ഭാഗമായി ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ ജനങ്ങളെ ഏതെല്ലാം രീതിയിൽ ചൂഷണം ചെയ്തു. ഇത്തരം എക്സ്പ്ലോയിറ്റേഷൻസിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ജനങ്ങൾ നേരിട്ട പ്രയാസങ്ങൾ എന്തെല്ലാമായിരുന്നു. ഇതാണ് ഒന്നാമത്തെ ഭാഗം. മറ്റൊരു ഭാഗം, പ്രയാസം നേരിട്ടുകൊണ്ട് ചൂഷണത്തിന് വിധേയമായി മുന്നോട്ട് പോയിരുന്ന ജനവിഭാഗം ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് വരുന്നു. എന്തെല്ലാം ചെറുത്തുനിൽപ്പുകളാണ് ഇന്ത്യക്കാർ ബ്രിട്ടീഷുകാർക്കെതിരെ നടപ്പിലാക്കിയത്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നിയമങ്ങൾ മൂലം ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന മുഴുവൻ ജനങ്ങളും ഏറെ പ്രയാസപ്പെട്ടു. അത്തരം പ്രയാസപ്പെട്ടതിൽ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിരുന്നു നഗോഡകൾ. ബംഗാളിലെ പട്ടുനൂൽ കൃഷിക്കാരായിരുന്നു നഗോഡകൾ. അവരുടെ ജോലിയിൽ ഏറ്റവും നൈപുണ്യം നേടിയ ആളുകളായിരുന്നു നഗോഡകൾ. അവരുണ്ടാക്കുന്ന പട്ടുനൂൽ തേടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും നെയ്ത്തുകാരെത്തിയിരുന്നു. പക്ഷേ ബംഗാളിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം സ്ഥാപിച്ചതോടെ കമ്പനി ഉദ്യോഗസ്ഥന്മാർ നഗോഡകളെ ചൂഷണം ചെയ്യാൻ തുടങ്ങി. വളരെ കുറഞ്ഞ കൂലിക്ക് അവരെ കൊണ്ട് നെയ്ത്തുജോലി ചെയ്യിപ്പിച്ചു. ജീവിക്കാൻ മറ്റു മാർഗങ്ങൾ തേടാൻ സാധിക്കാത്ത വിധത്തിൽ കമ്പനിയുടെ തൊഴിലാളികളാക്കി ബ്രിട്ടീഷുകാർ നഗോഡകളെ മാറ്റി. അടിമകൾക്ക് തുല്യമായിരുന്നു അവരുടെ ജീവിതം. കമ്പനി ഉദ്യോഗസ്ഥരുടെ ഈ തീരുമാനം അംഗീകരിക്കാത്തവരെ ക്രൂരമായി കമ്പനി മേലധികാരികൾ മർദ്ദിച്ചു. അതുപോലെ തന്നെ കമ്പനിക്കാരെ, ഉദ്യോഗസ്ഥരെ എതിർക്കുന്നവരുടെ വസ്തുവകകൾ പിടിച്ചെടുക്കുകയും ജീവിതം വഴിമുട്ടിക്കുകയും ചെയ്തു. ഇങ്ങനെ ജീവിതം വഴിമുട്ടിയ നഗോഡകൾ അവരുടെ പ്രാദേശികമായ, അവരുടെ പരമ്പരാഗതമായ തൊഴിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അതിനവർ കണ്ടെത്തിയ മാർഗം സ്വന്തം പെരുവിരൽ മുറിച്ചു മാറ്റുക എന്നതായിരുന്നു. ഇങ്ങനെ ബ്രിട്ടീഷുകാരോടുള്ള ഒരു വിയോജിപ്പ് എന്നുള്ള രീതിയിൽ തങ്ങളുടെ പെരുവിരൽ മുറിച്ചു മാറ്റി പ്രതിഷേധം അവർ രേഖപ്പെടുത്തി. ഇതാണ് നഗോഡകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള മനസ്സിലാക്കേണ്ട ഒരു ഭാഗം. നോക്കാമിനി ഈ ഭാഗത്തുനിന്ന് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്, ബ്രിട്ടീഷുകാരുടെ ചൂഷണം മൂലം ജീവിതം വഴിമുട്ടിയ ഒരു വിഭാഗം ആളുകൾ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായി തങ്ങളുടെ പെരുവിരൽ മുറിച്ചു മാറ്റി. ആരായിരുന്നു അത്? ഉത്തരം, ബംഗാളിലെ പട്ടുനൂൽ കർഷകരായിരുന്ന നഗോഡകൾ. നഗോഡകളുടെ സ്ഥലം ബംഗാൾ. അപ്പോൾ ഇതെല്ലാം ഒരു മാർക്കിന് ഒരു പക്ഷേ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ നമുക്ക് ചോദ്യങ്ങൾ, ഉത്തരങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകാം. നഗോഡകളെപ്പോലെ തന്നെ ഇന്ത്യയിലെ പരമ്പരാഗത തൊഴിൽ ചെയ്യുന്ന ഒട്ടുമിക്ക വിഭാഗം ജനങ്ങളെയും കമ്പനി ഭരണം തെറ്റായ രീതിയിൽ ബാധിച്ചിരുന്നു. ഇതിനെതിരെ ശക്തമായ രീതിയിൽ ഇന്ത്യയിൽ വ്യത്യസ്ത രൂപത്തിലുള്ള സമരങ്ങൾ, ചെറുത്തുനിൽപ്പുകൾ ഉയർന്നു വന്നു. പക്ഷേ ചെറുത്തുനിൽപ്പുകളെയൊക്കെ ഒരു പരിധിവരെ ബ്രിട്ടീഷുകാർ അടിച്ചമർത്തി. പ്രധാനമായും ബ്രിട്ടീഷുകാരുടെ നിയമങ്ങൾ, നയങ്ങൾ, ചൂഷണങ്ങൾ ഇന്ത്യയിലെ ഏതെല്ലാം വിഭാഗം ജനങ്ങൾക്കായിരുന്നു പ്രയാസമുണ്ടാക്കിയത് എന്നതാണ് അടുത്ത ഒരു ഭാഗം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ, കമ്പനി ഭരണത്തിൻ്റെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾ, എക്സ്പ്ലോയിറ്റേഷൻസ് പ്രധാനമായും 4 വിഭാഗം ജനങ്ങളെയാണ്
ബാധിച്ചിരുന്നത്. അതിലൊന്ന് ഇന്ത്യയിലെ കർഷകർ. ബ്രിട്ടീഷുകാരുടെ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏകദേശം 70% ആളുകളും കർഷകരായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ആളുകളെയും ആ ഒരു നിയമങ്ങൾ ബാധിച്ചു. ഇതുപോലെ നെയ്ത്തുകാരായിട്ടുള്ള ആളുകൾ, കൈത്തൊഴിൽ ക്രാഫ്റ്റ്സ്മാൻ, കൈത്തൊഴിൽ ജോലിയുമായി മുന്നോട്ട് പോകുന്ന ആളുകൾ, ട്രൈബൽ വിഭാഗം, ഗോത്രവർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ, ഇങ്ങനെ രാജ്യത്തെ ഭൂരിഭാഗം ജനവിഭാഗങ്ങൾക്കും ബ്രിട്ടീഷുകാരുടെ ചൂഷണങ്ങൾ മൂലം പ്രയാസങ്ങളുണ്ടായി. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്ക് പ്രധാനമായും ഇരയായത് ഇന്ത്യയിലെ ഏതെല്ലാം വിഭാഗം ആളുകളായിരുന്നു? പ്രധാനമായും 4 വിഭാഗം ആളുകളായിരുന്നു. കർഷകർ അഥവാ ഫാമേഴ്സ്, നെയ്ത്തുകാർ വീവേഴ്സ്, കൈത്തൊഴിലുകൾ ക്രാഫ്റ്റ്മാൻ, ഗോത്രവിഭാഗം ട്രൈബൽസ്. ഈ 4 വിഭാഗക്കാരായിരുന്നു ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിട്ട ഇന്ത്യയിലെ ജനങ്ങൾ. നെക്സ്റ്റ് പോയിന്റ്, ദ ബ്രിട്ടീഷ് എഗെയിൻസ്റ്റ് ഇന്ത്യൻ ഫാമേഴ്സ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കർഷകർക്കെതിരെ. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ബംഗാൾ കീഴടക്കിയതോടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധ ഇന്ത്യയിലെ സമ്പന്നമായ കാർഷിക മേഖലയിലേക്ക് തിരിഞ്ഞു. ഈ മേഖലയിൽ നിന്ന് പരമാവധി സമ്പത്ത് കൊള്ളയെടുക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം. ഈ ലക്ഷ്യം നിറവേറ്റാൻ വേണ്ടി അവർ ചെയ്ത കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതാണ് പ്രധാനമായിട്ടും ഈ ഭാഗത്തു നിന്നൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. കർഷകർക്ക് മേൽ അമിതമായ നികുതി ഭാരം അടിച്ചേൽപ്പിച്ചു. രണ്ടാമത്തേത്, വരൾച്ചയോ വെള്ളപ്പൊക്കമോ മൂലം കൃഷി നശിച്ചാലും നികുതിയിൽ യാതൊരുവിധ ഇളവുകളും നൽകിയിരുന്നില്ല. മൂന്നാമത്തെ പോയിന്റ്, നികുതി പിരിച്ചെടുക്കാൻ കർഷകർക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ ഇടനിലക്കാരെ ജമീന്ദാർമാർ എന്ന പേരിൽ അറിയപ്പെടുന്നു, ഇവരെ ചുമതലപ്പെടുത്തി. അടുത്ത പോയിന്റ്, നികുതി പണമായി തന്നെ നൽകണമെന്നായിരുന്നു വ്യവസ്ഥ. അതായത് കർഷകർ കൃഷി ചെയ്യുന്ന വസ്തുക്കൾ, ആ വസ്തുക്കൾ നൽകിയാൽ പോരാ, അതിനു പകരം പണമായി തന്നെ നികുതി അടക്കണം എന്നതായിരുന്നു നിയമം. അടുത്ത പോയിന്റ്, പണത്തിനായി കർഷകർ പണം പലിശയ്ക്ക് കൊടുക്കുന്നവരെ ആശ്രയിക്കേണ്ടി വന്നു. കാരണം കൃത്യസമയങ്ങളിൽ പണം കൊടുക്കാൻ കയ്യിലില്ലാതെ വരുന്ന സമയത്ത് ഇവരുടെ പാടവും വീടും മറ്റു സ്വത്തും എല്ലാം പണയപ്പെടുത്തിക്കൊണ്ട് മണി ലെൻഡേഴ്സിൽ നിന്നും പണം പലിശയ്ക്ക് എടുക്കുന്ന ഒരു അവസ്ഥ കർഷകർക്കുണ്ടായി. ഇന്ത്യയിലെ സമ്പന്നമായ കാർഷിക ഭൂമിയിൽ നിന്നും പരമാവധി ലാഭം നേടിയെടുക്കുക എന്നതായിരുന്നു ബ്രിട്ടീഷുകാരൻ്റെ ലക്ഷ്യം. ബംഗാളിലെ മണ്ണ് ബ്രിട്ടീഷുകാർക്ക് ഏറ്റവും ആവശ്യമായ ക്യാഷ് ക്രോപ്പ് ഇനത്തിൽ വരുന്ന പരുത്തി, ചണം, നീലം എന്നിവ കൃഷി ചെയ്യാൻ ഏറ്റവും യോജിച്ച മണ്ണാണ് ബംഗാളിലെന്ന് ബ്രിട്ടീഷുകാർ കണ്ടെത്തി. ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ കാലത്ത് പ്രധാനമായും ഫുഡ് ക്രോപ്സ് ആയിരുന്നു ഇന്ത്യയിൽ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. അതായത് ധാന്യവിളകളായിരുന്നു. ഭക്ഷ്യയോഗ്യമായ ഭക്ഷണത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വസ്തുക്കളായിരുന്നു കൂടുതലും ഇന്ത്യയിലെ കാർഷിക ഭൂമിയിൽ വിളവെടുത്തിരുന്നത്. എന്നാൽ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലെ കാർഷിക മേഖല കീഴടക്കിയതോടെ ഫുഡ് ക്രോപ്സ് എന്ന് പറയുന്ന ഒരു ആശയം അവർക്ക് വേണ്ടാത്തൊരു സാഹചര്യം ഉണ്ടാക്കി. അവരെ സംബന്ധിച്ചിടത്തോളം യൂറോപ്യൻ മാർക്കറ്റിലും മറ്റു എല്ലാ മാർക്കറ്റുകളിലും ലാഭം നേടിയെടുക്കാൻ സഹായിക്കുന്ന ക്യാഷ് ക്രോപ്പ്, അതായിരുന്നു അവരുടെ നാണ്യ വിളകൾക്കായിരുന്നു അവർ പ്രാധാന്യം കൊടുത്തത്. ഇംഗ്ലണ്ടിലെ വ്യവസായശാലകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോ മെറ്റീരിയലായ പരുത്തി അഥവാ കോട്ടൺ, ചണം, ജ്യൂട്ട്, നീലം അഥവാ ഇൻഡിഗോ, ഈ 3 വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് പരമാവധി കൃഷി ചെയ്യാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നു. ഇതിനായി കർഷകരെ നിർബന്ധിപ്പിച്ചുകൊണ്ട് ഫുഡ് ക്രോപ്സിന് പകരം ഈ പറഞ്ഞ വസ്തുക്കൾ, ക്യാഷ് ക്രോപ്പ് ഇനത്തിൽ വരുന്ന വസ്തുക്കൾ കൃഷി ചെയ്യാൻ കർഷകരെ നിർബന്ധിപ്പിച്ചു. ഭക്ഷ്യവിളകൾ മാത്രം ഉൽപ്പാദിച്ചിരുന്ന കൃഷിയിടങ്ങൾ പരുത്തിയുടെയും ചണത്തിൻ്റെയും നീലത്തിൻ്റെയും തോട്ടങ്ങളായി മാറി ഇന്ത്യയിൽ.
കർഷകർക്ക് കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുകയും അവർ തൊഴിലാളികളായി മാറുകയും ചെയ്തു. അതായത് സ്വന്തം ഭൂമിയിൽ കർഷകൻ്റെ സ്വയം ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ സാധിക്കാതെ ബ്രിട്ടീഷുകാർ പറയുന്നത് അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യം ഇന്ത്യയിലെ കർഷകർക്കുണ്ടായി. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നയങ്ങൾ കാരണമുള്ള ചൂഷണങ്ങൾ കൊണ്ട്. മറ്റൊരു ചോദ്യം നോക്കാം. ബംഗാളിലെ മണ്ണ് ഏതെല്ലാം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണെന്നാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കണ്ടെത്തിയത്? പ്രധാനമായും 3 ക്യാഷ് ക്രോപ്സ് ഇനങ്ങളിൽപ്പെടുന്ന നാണ്യ വിളകളായിട്ടുള്ള പരുത്തി, നീലം, ചണം അഥവാ കോട്ടൺ, ജ്യൂട്ട്, ഇൻഡിഗോ. തീരുമാനിക്കുന്നു. പ്രധാനമായും ഇന്ത്യയിലെ വനസമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു ഇവിടെ കമ്പനിയുടെ ലക്ഷ്യം. ധാരാളം ട്രൈബൽ വിഭാഗങ്ങൾ താമസിക്കുന്ന ഒരുപാട് സമ്പത്ത് ഉൾക്കൊള്ളുന്ന വനമേഖല ഇന്ത്യക്ക് ആ സമയങ്ങളിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ചില നിയമങ്ങളിലൂടെ ഫോറസ്റ്റിൽ ജനങ്ങൾ പ്രവേശിക്കുന്നത്, ഫോറസ്റ്റിൽ കൃഷി ചെയ്യുന്നത്, ഫോറസ്റ്റിലെ വസ്തുക്കൾ ഉപയോഗിക്കുന്നത് ഇതിനെല്ലാം വിലക്ക് ഏർപ്പെടുത്തി. ഇത്തരം നിയമങ്ങളാണ് ഫോറസ്റ്റ് ആക്ട് അഥവാ വന നിയമങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇങ്ങനെ വന നിയമങ്ങൾ വന്നതിൻ്റെ ഭാഗമായി വനങ്ങൾ പൂർണ്ണമായി കമ്പനിയുടെ അധീനതയിലായി. പണ്ടുകാലം മുതലേ വനങ്ങളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഇന്ത്യയിലെ ഒട്ടുമിക്ക ഗോത്ര ജനതയെ ഇത് പ്രതികൂലമായി ബാധിച്ചു. അതോടെ ആദിവാസി ജനങ്ങൾക്ക് വിഭവശേഖരണവും പരമ്പരാഗത കൃഷിരീതികളും തടസ്സപ്പെട്ടു. അവരുടെ ജീവിത മാർഗം തടസ്സപ്പെട്ടു. ഗോത്ര ജനതയുടെ ആവാസ മേഖല ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമായിരുന്നു. ധാരാളം ധാതുക്കൾ ഉൾക്കൊള്ളുന്ന മേഖലയായിരുന്നു, ആവാസ മേഖലയായിരുന്നു ഈ വനമേഖല എന്ന് പറയുന്നത്. ഇവ ചൂഷണം ചെയ്തതിനായി കാടുകളിലേക്ക്, വനമേഖലകളിലേക്ക് റോഡുകളും റെയിൽ സൗകര്യങ്ങളും ബ്രിട്ടീഷുകാർ വർദ്ധിപ്പിച്ചു. ഇങ്ങനെ ഇന്ത്യയിലെ പർവ്വത മേഖലകളിൽ, വനമേഖലകളിലേക്ക് റോഡുകളും റെയിൽവേ സൗകര്യങ്ങളും ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നു. ഇത് ഗോത്ര ജനതയുടെ ജീവിതം പൂർണ്ണമായും ദുസ്സഹമാക്കി. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത്, അതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നൽകുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഭാഗം ഇത്ര മാത്രമേ ഉള്ളൂ. കാർഷിക മേഖല പൂർണ്ണമായും തകർത്തതിന് ശേഷം ഇന്ത്യയിൽ വനമേഖല ലക്ഷ്യമാക്കിക്കൊണ്ട് ബ്രിട്ടീഷുകാർ വരുന്നു. ബ്രിട്ടീഷുകാരുടെ ലക്ഷ്യം വനസമ്പത്ത് കൊള്ളയടിക്കുക എന്നതായിരുന്നു. ഇതിനുവേണ്ടി അവർ റെയിൽവേ ആരംഭിച്ചു. റോഡുകൾ, കാടുകളിലേക്ക് റോഡുകൾ ഉണ്ടാക്കി. ഇത്തരത്തിലുള്ള അവർക്ക് ആവശ്യമായ സൗകര്യങ്ങളെല്ലാം വനമേഖലയിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. ഇങ്ങനെ ജനങ്ങളെ പ്രയാസപ്പെടുത്തി. ട്രൈബൽ വിഭാഗവുമായി ബന്ധപ്പെട്ട ഈ ഭാഗത്തു നിന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1. ഇന്ത്യയിൽ റെയിൽവേ ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? 1853 ഏപ്രിൽ 16. ഇന്ത്യയിൽ ആദ്യത്തെ റെയിൽവേ സർവീസ് നടത്തിയത് എങ്ങോട്ടായിരുന്നു? ബോംബെ മുതൽ താനെ വരെ. കേരളത്തിലെ ആദ്യത്തെ ട്രെയിൻ യാത്ര നടത്തിയത് ഏത് വർഷമാണ്? 1861. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര എങ്ങോട്ടായിരുന്നു? തിരൂരിൽ നിന്നും ബേപ്പൂരിലേക്ക്. മറ്റൊന്നും കൂടി നമുക്ക് നോക്കാവുന്നതാണ്. ട്രൈബൽ വിഭാഗത്തിന് എതിരായി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന നിയമം ഏതായിരുന്നു? വനനിയമം അഥവാ ഫോറസ്റ്റ് നിയമം, ഫോറസ്റ്റ് ആക്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ ചോദ്യങ്ങളായിട്ട് പഠിക്കേണ്ടത്. ഇനി കർഷകരും അതുപോലെ ഗോത്രവിഭാഗവും ട്രൈബൽ വിഭാഗവും കഴിഞ്ഞതിന് ശേഷം നെയ്ത്തു ജോലിയിൽ ഏർപ്പെട്ടിരുന്ന ജനവിഭാഗത്തിനെതിരെയുള്ള നിയമങ്ങളുമായി ബ്രിട്ടീഷുകാർ വന്നു. ഇവിടെ നഗോഡയുമായി ബന്ധപ്പെട്ട പ്രയാസം നമ്മൾ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു. കമ്പനി ഭരണകാലത്ത്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ പരുത്തി കൃഷി, കോട്ടൺ കൃഷി വ്യാപകമായി എന്നുള്ളത് നിങ്ങൾ നേരത്തെ ബംഗാളുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. കാരണം ഇന്ത്യയിൽ ഏറ്റവും വളക്കൂറുള്ള മണ്ണായി അവർ കണക്കാക്കിയത് 3 വസ്തുക്കളായിരുന്നു. അതിലൊന്നായിരുന്നു കോട്ടൺ.
എന്നാൽ അക്കാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന കൈത്തറി മേഖല പൂർണ്ണമായും തകരുന്നൊരു സാഹചര്യമുണ്ടായി. ഇവിടെ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ചോദ്യം, എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് കൈത്തറി മേഖല തകർന്നത്? ഉത്തരം നോക്കാം. കൃത്യമായിട്ട് പുസ്തകത്തിൽ പറയുന്നതാണ്. ഇന്ത്യയിലെ റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കളായിട്ടുള്ള കോട്ടൺ അഥവാ പരുത്തി പൂർണ്ണമായും ഇന്ത്യയിൽ കൃഷി ചെയ്തുകൊണ്ട് ആ ഉൽപ്പന്നം എങ്ങോട്ട് കയറ്റുമതി ചെയ്യുന്നു? ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്നു. അപ്പോൾ നെയ്ത്ത് ജോലിയിൽ, പരുത്തി കൃഷിയുമായി ബന്ധപ്പെട്ട് നെയ്ത്ത് ജോലിയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് റോ മെറ്റീരിയലായ കോട്ടൺ ലഭിക്കാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. ബ്രിട്ടനിലെ യന്ത്രനിർമ്മിതങ്ങളായ വില കുറഞ്ഞ തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. വ്യാവസായിക വിപ്ലവത്തിൻ്റെ ഭാഗമായി ബ്രിട്ടനിൽ, ഇംഗ്ലണ്ടിൽ മെഷീൻ മെയ്ഡ് പ്രോഡക്റ്റുകൾ, പ്രധാനമായിട്ടും ടെക്സ്റ്റൈൽ പ്രോഡക്റ്റുകൾ അവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കുറഞ്ഞ വിലക്ക് ലോകത്തിൻ്റെ വിവിധ മാർക്കറ്റുകളിലേക്ക് ബ്രിട്ടീഷുകാർ എത്തിച്ചു. സ്വാഭാവികമായിട്ടും വില കുറഞ്ഞ് ജനങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷുകാരുടെ പ്രോഡക്റ്റിന് ആവശ്യക്കാരേറി അതിനെ ജനങ്ങൾ ആശ്രയിക്കേണ്ടി വന്നു. ഇതായിരുന്നു രണ്ടാമത്തെ ഒരു കാരണം. മൂന്നാമത്തെ ഒരു കാരണം, ഇന്ത്യൻ നിർമ്മിത തുണിത്തരങ്ങൾക്ക് ബ്രിട്ടീഷുകാരൻ അവരുടെ നിയമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഉയർന്ന നികുതി, ടാക്സ് ചുമത്തി. ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് ഉയർന്ന ടാക്സ് ചുമത്തുന്നു, ബ്രിട്ടനിൽ നിന്നും കൊണ്ടുവരുന്ന വസ്തുക്കൾക്ക് ടാക്സ് ഇല്ലാതെ വിൽപ്പന നടത്തുന്നു. ഇതുകൊണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വസ്തുക്കൾക്ക് വില കൂടുതലും ബ്രിട്ടനിൽ നിന്ന് കൊണ്ടുവരുന്ന വസ്തുക്കൾക്ക് വില കുറവുമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിന്നു. ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് ഇന്ത്യയിലെ പരമ്പരാഗതമായ കൈത്തറി മേഖല തകർന്ന് ഇല്ലാതെയായത്. ഇനി ഇന്ത്യയിലെ പ്രധാനമായിട്ടും ഈ 4 വിഭാഗം ആളുകൾ കമ്പനിക്കെതിരെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെയും അവരുടെ ഇടനിലക്കാരായി, മിഡിൽമാനായി നിൽക്കുന്ന ജമീന്ദന്മാർക്കെതിരെയും കലാപങ്ങൾക്ക് തുടക്കമിട്ടു. അങ്ങനെ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപങ്ങൾ, പ്രാദേശികമായുള്ള കലാപങ്ങൾ ആരംഭിക്കാൻ തുടങ്ങി. ആദ്യകാലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ സംഘടിതമായ ഒരു സമരം ഇല്ലാത്ത സാഹചര്യമായിരുന്നു. അതായത് സംഘടിതമായത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രാജ്യം മുഴുവൻ ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിച്ച് നിന്നുകൊണ്ട്, ഈ പ്രയാസം അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട്, സംഘടിച്ചുകൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരങ്ങൾ ഉണ്ടായിരുന്നില്ല, കലാപങ്ങളും ഉണ്ടായിരുന്നില്ല. എന്നാൽ പ്രാദേശികമായി ഓരോ വിഭാഗം ജനങ്ങളും നേരിടുന്ന പ്രയാസങ്ങൾക്കെതിരെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ ഭരണം ആരംഭിച്ചത് മുതൽ തന്നെ സമരങ്ങളും കലാപങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇതിന് തെളിവായിരുന്നു 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ബംഗാളിൽ നടന്ന സന്യാസി കലാപവും ഫക്കീർ കലാപവും. ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ, പ്രധാനമായും കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രാദേശിക സമരങ്ങൾ ശക്തിപ്പെട്ടു. കേരളം പ്രധാനമായും കേരളം പ്രധാനമായും 3 നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു നിലനിന്നിരുന്നത്. എല്ലാവർക്കും അറിയാവുന്നതാണ്. മലബാർ, കൊച്ചി, ട്രാവൻകൂർ. 19-ാം നൂറ്റാണ്ടിൽ മലബാറിൽ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. പാട്ടക്കുടിയാന്മാരായ മാപ്പിളമാരായിരുന്നു ഈ കലാപങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അതായത് ജന്മിമാരുടെയൊക്കെ ഭൂമിയിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഭൂമിയിൽ ഭൂമി പാട്ടത്തിനെടുത്ത് അവിടെ കൃഷി ചെയ്ത് മുന്നോട്ട് പോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ, മലബാറിലെ ജനങ്ങൾ മാപ്പിള മുസ്ലിങ്ങളായിരുന്നു. ഈ കലാപങ്ങളെ മാപ്പിള കലാപങ്ങൾ എന്ന പേരിലാണ് പിന്നീട് അറിയപ്പെടുന്നത്. മലബാർ കലാപം എന്ന പേരിലും മാപ്പിള കലാപം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെയാണ് ബംഗാളിൽ സമാന സ്വഭാവത്തിലുള്ള, ഏകദേശം മലബാർ കലാപത്തോട് അതേ സ്വഭാവമുള്ള കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരുന്നത്. ഇവ ഫറാസി കലാപങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഫറാസി കലാപങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചാൽ ബംഗാളിലായിരുന്നു. മലബാർ കലാപം കേരളത്തിൻ്റെ ഭാഗമായിരുന്നു. കർഷകരെ കൂടാതെ ട്രൈബൽ വിഭാഗം ആളുകളും ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ രീതിയിലുള്ള സമരങ്ങളിൽ ഏർപ്പെട്ടു. പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിനിറങ്ങിയ, കലാപങ്ങൾക്കിറങ്ങിയ ട്രൈബൽ വിഭാഗങ്ങൾ എന്ന് പറയുന്നത് മറാത്തയിലെ ഭീലുകൾ, അഹമ്മദ് നഗറിലെ കോലികൾ, ചോട്ടാ നാഗ്പൂരിലെ കോളുകൾ, രാജ്മഹൽ കുന്നിലെ സാന്താൾമാർ, വയനാട്ടിലെ കുരിച്യർ
ഇത്രയും ട്രൈബൽ വിഭാഗങ്ങളാണ് ഏറ്റവും ശക്തമായ രീതിയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങളുമായി മുന്നോട്ട് വന്നത്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇടനിലക്കാരുടെയും ബ്രിട്ടീഷ് ഓഫീസർമാരുടെയും തെറ്റായ നയങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ട്രൈബൽ വിഭാഗം സാന്താൾ ഗോത്രജനത നടത്തിയ കലാപമാണ് സാന്താൾ കലാപം എന്ന പേരിൽ അറിയപ്പെടുന്നത്. രാജ്മഹൽ കുന്നുകളിൽ ശക്തമായ ഒരു പ്രകമ്പനം സൃഷ്ടിച്ച ഈ കലാപത്തിൽ ഏകദേശം 15,000-ലധികം സാന്താൾ ജനതയ്ക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. സാന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് സിദ്ധു, കാൻഹു എന്ന് പറയുന്ന 2 വ്യക്തികളായിരുന്നു. ഇതാണ് സാന്താൾ കലാപവുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 1 മാർക്കിൻ്റെ ചില ചോദ്യങ്ങൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. USS പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടും 1 മാർക്കിന് ചോദിക്കാവുന്ന ചില ചോദ്യങ്ങൾ ഇവിടെയുണ്ട്. ആ ചോദ്യങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ USS പോലുള്ള പരീക്ഷയ്ക്ക് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. സാന്താൾ ഗോത്ര ജനത താമസിച്ചിരുന്നത് എവിടെയായിരുന്നു? ബംഗാൾ പ്രവിശ്യയിലെ രാജ്മഹൽ കുന്നുകളിൽ. സാന്താൾ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? സിദ്ധു, കാനു എന്നീ 2 സാന്താൾ വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. സാന്താൾ കലാപം ഏതു വർഷമായിരുന്നു? 1855-ലാണ് സാന്താൾ കലാപം അരങ്ങേറിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ പല കാരണങ്ങൾ കൊണ്ട് ആദ്യ സമയങ്ങളിൽ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്തിരുന്ന നാട്ടുരാജാക്കന്മാർ അവരുടെ അധികാരത്തിൽ ബ്രിട്ടീഷുകാർ കടന്നു കയറുന്നു എന്നുള്ള ധാരണ വന്നപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ഇങ്ങനെ അധികാരം നഷ്ടപ്പെട്ട രാജാക്കന്മാരും ഭൂപ്രഭുക്കന്മാരും കലാപത്തിനിറങ്ങിയ മറ്റൊരു വിഭാഗം ആളുകളായിരുന്നു. നമ്മൾ ഈ പറഞ്ഞ 4 വിഭാഗത്തിനൊപ്പം തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ ശക്തമായ രീതിയിൽ സമരങ്ങളുമായി മുന്നോട്ട് വന്ന വിഭാഗം ആളാണ് നാട്ടുരാജാക്കന്മാരായിട്ടുള്ള ആളുകൾ. നോക്കാം ആരൊക്കെയായിരുന്നു പ്രധാനമായിട്ടും നാട്ടുരാജാക്കന്മാരിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയത്. അധികാരം നഷ്ടപ്പെടാനുണ്ടായ സാഹചര്യം ഡൽഹൌസി പ്രഭു ദത്താവകാശ നിരോധന നിയമം, അത്തരത്തിലുള്ള നിയമങ്ങളൊക്കെ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്ന് പറയുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ കൊണ്ടുവന്നു. അതൊക്കെ നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം, അവധിലെ രാജാ ചേത് സിംഗ് ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിന് നേതൃത്വം നൽകിയൊരു വ്യക്തിയായിരുന്നു അവധിൽ. തിരുനെൽവേലി എന്ന് പറയുന്ന പ്രദേശത്തെ വീരപാണ്ഡ കട്ടബൊമ്മ, ശിവഗംഗയിലെ മരുതുപാണ്ഡ്യൻ, മലബാറിലെ പഴശ്ശിരാജ, കർണാടകയിലെ കിറ്റൂർ ചിന്നമ്മ, തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവ, കൊച്ചിയിലെ പാലിയത്തച്ഛൻ, ഇവരെല്ലാം ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാറിയ നാട്ടുരാജാക്കന്മാരായിരുന്നു. ഇനി നമുക്ക് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന പ്രധാനപ്പെട്ട കലാപങ്ങൾ ഏതെല്ലാമായിരുന്നു എന്ന് നോക്കാം. നമ്മൾ നേരത്തെ മലബാർ കലാപത്തിൻ്റെ കാര്യം പറഞ്ഞു. അതല്ലാതെ കേരളത്തിൽ പ്രധാനമായും 3 വ്യക്തികളുടെ നേതൃത്വത്തിൽ നിരവധി കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരെ അരങ്ങേറിയിട്ടുണ്ട്. കേരളം 3 നാട്ടുരാജ്യങ്ങളായിട്ടായിരുന്നു: മലബാർ, കൊച്ചി, ട്രാവങ്കൂർ. മലബാറിൽ പ്രധാനമായിട്ടും സമരങ്ങൾക്ക്, കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത് പഴശ്ശിരാജയായിരുന്നു. അതുപോലെ ട്രാവങ്കൂറിൽ വേലുത്തമ്പി ദളവയും അതേപോലെ കൊച്ചിയിൽ പാലിയത്തച്ഛനുമായിരുന്നു. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന പ്രധാന ചെറുത്തുനിൽപ്പുകൾ ഒന്നായിരുന്നു പഴശ്ശി സമരങ്ങൾ. വടക്കേ മലബാറിലെ കോട്ടയം മേഖലയിൽ നികുതി പിരിക്കാനുള്ള അവകാശം തടഞ്ഞതാണ് പഴശ്ശിരാജയെ യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അദ്ദേഹം തിരഞ്ഞെടുത്ത മേഖല, യുദ്ധത്തിനായി തിരഞ്ഞെടുത്ത മേഖല എന്ന് പറയുന്നത് വയനാടൻ വനങ്ങളായിരുന്നു. വനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഗറില്ല യുദ്ധങ്ങളായിരുന്നു അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് ഒരുപാട് പടയാളികൾ കൂടെയുണ്ടായിരുന്നു. തലക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻ ഗുരുക്കൾ എന്നിവർ പഴശ്ശിയുടെ സമരങ്ങൾക്ക് നേതൃത്വം നൽകി. എന്നാൽ പഴശ്ശിരാജയെ ചതിയിലൂടെ ബ്രിട്ടീഷുകാർ കീഴ്പ്പെടുത്തുകയും അദ്ദേഹത്തിൻ്റെ മരണത്തോടെ പഴശ്ശിയുടെ മലബാറിലെ യുദ്ധങ്ങൾ അവസാനിക്കുകയും ചെയ്തു. ഇതുപോലെ തിരുവിതാംകൂറിലും കൊച്ചിയിലും യുദ്ധങ്ങൾക്ക് നേതൃത്വം നൽകിയ വ്യക്തികളായിരുന്നു വേലുത്തമ്പി ദളവ, അതേപോലെ
പാലിയത്തച്ഛൻ. തിരുവിതാംകൂർ, കൊച്ചി രണ്ടും ഒരുമിച്ച് രണ്ടുപേരുടെയും നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള സമരങ്ങളുമായി മുന്നോട്ട് വന്നു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിരന്തര ഇടപെടൽ വേലുത്തമ്പി ദളവ പോലുള്ള ആളുകളെ ഭരണം തടസ്സപ്പെടുത്തി. ഇത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ, ബ്രിട്ടീഷുകാരുടെ ഭരണത്തിനെതിരെ തിരിയാൻ ഇത്തരം നാട്ടുരാജാക്കന്മാരെ പ്രേരിപ്പിച്ചു. കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛൻ അദ്ദേഹത്തെ സഹായിച്ചു. അതായത് വേലുത്തമ്പി ദളവയുടെ സമരത്തിന്, കലാപത്തിന് പിന്തുണ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് കൊച്ചിയിലെ മന്ത്രിയായിരുന്ന പാലിയത്തച്ഛനും കൂടെ ചേർന്നു. 1809 കുണ്ടറയിൽ വെച്ച് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ വേലുത്തമ്പി ദളവ ആഹ്വാനം ചെയ്തു. ഇതാണ് കുണ്ടറ വിളംബരം, കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് പ്രഖ്യാപിച്ചത് വേലുത്തമ്പി ദളവയാണ്. സ്ഥലം കുണ്ടറയാണ്. വർഷം 1809. ഇതെല്ലാം നമുക്ക് പ്രാധാന്യമുള്ള കാര്യങ്ങളാണ്. പിന്നീട് ബ്രിട്ടീഷുകാർ ഇത്തരം അക്രമങ്ങളെ അതിശക്തമായ രീതിയിൽ കീഴ്പ്പെടുത്തുകയും പല രീതിയിൽ നാടുകടത്തുകയും പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായി. ഇങ്ങനെ വ്യത്യസ്തമാർന്ന രീതിയിലുള്ള സമരങ്ങളെ ബ്രിട്ടീഷുകാർ അതിശക്തമായ രീതിയിൽ അടിച്ചമർത്തി. ഇനി ഈ ഭാഗത്തു നിന്ന് നമ്മളിപ്പോൾ പറഞ്ഞതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളുടെ രീതി നോക്കാം. മലബാർ ഭാഗത്ത് ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? പഴശ്ശിരാജ. പഴശ്ശിരാജ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരം കേന്ദ്രീകരിച്ചിരുന്നത് ഏത് മേഖലയിലായിരുന്നു? മലബാറിലെ വയനാടൻ വനമേഖലയിൽ. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൽ പഴശ്ശിരാജയെ സഹായിച്ചിരുന്ന പടയാളികൾ ആരൊക്കെയായിരുന്നു? തലയ്ക്കൽ ചന്തു, കൈതേരി അമ്പു, എടച്ചന കുങ്കൻ, അത്തൻകുരിക്കൾ. ഇത്രയും ആളുകളാണ് അദ്ദേഹത്തെ പ്രധാനമായും സഹായിച്ചിരുന്നത്. അടുത്ത ചോദ്യം, നേതൃത്വം നൽകിയത് ആരായിരുന്നു? കൊച്ചിയിൽ പാലിയത്തച്ഛനും തിരുവിതാംകൂറിൽ വേലുത്തമ്പി ദളവയും. 17ാമത്തെ ചോദ്യം, കുണ്ടറ വിളംബരം ആര് ഏതു വർഷം പ്രഖ്യാപിച്ചു? 1809 വേലുത്തമ്പി ദളവ. ഇനി നമുക്ക് നോക്കാം 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സാഹചര്യം. അതുവരെ 1857 വരെ പ്രാദേശികമായി വിവിധ സ്ഥലങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപങ്ങളുണ്ടായിരുന്നു. എന്നാൽ 1857 സംഘടിതമായി രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങളും ഒരേ ലക്ഷ്യത്തോടു കൂടി ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൻ്റെ ഭാഗമായിട്ട് മാറി. ജനങ്ങളുടെ ലക്ഷ്യം ഒന്ന് മാത്രമായിരുന്നു, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമരത്തെ, കലാപത്തെ, 1857 കലാപത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത്. ഇവിടെ അതിലേക്ക് നയിച്ച സാഹചര്യം എന്ന് പറയുന്നത് കമ്പനിയോട്, ബ്രിട്ടീഷുകാരോട് അടുപ്പമുണ്ടായിരുന്ന, അവരെ സഹായിച്ചുകൊണ്ട് അവരോടൊപ്പം ഉണ്ടായിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെയായി മാറി പല കാരണങ്ങൾ കൊണ്ട്. പ്രത്യേകിച്ച് രാജാക്കന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ അധികാരത്തിൽ ബ്രിട്ടീഷുകാർ കൈയെടുക്കാൻ തുടങ്ങിയപ്പോൾ രാജാക്കന്മാർ ബ്രിട്ടീഷുകാർക്കെതിരെയായി. പിന്നീട് ബ്രിട്ടീഷുകാർക്ക് കീഴിൽ ജോലി ചെയ്യുന്ന കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ, ശിപ്പായിമാർ എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇവരുടെയെല്ലാം ജീവിതം വളരെ ദുസ്സഹനീയമായിരുന്നു. ഇവരുടെ പ്രധാനപ്പെട്ട പ്രയാസം, പ്രത്യേകിച്ച് ശിപ്പായിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം എന്ന് പറയുന്നത് അവർക്ക് വളരെ തുച്ഛമായ വേതനമായിരുന്നു നൽകിയിരുന്നത് ബ്രിട്ടീഷുകാർ. പിന്നീട് ദീർഘനേരമുള്ള ജോലിയായിരുന്നു അവർക്ക്. അതേപോലെ അവധി നൽകാത്ത അവസ്ഥ. പിന്നീട് സ്ലേവ്സിനെ പോലെയുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം, അടിമകളെ പോലെയുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം. പിന്നീട് മോശമായ ഭക്ഷണം. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ശിപ്പായിമാർ ബ്രിട്ടീഷുകാർക്ക് എതിരെയായി മാറി. ശിപ്പായി മ്യൂട്ടിനി അഥവാ ശിപ്പായി ലഹള ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമായിരുന്നു ശിപ്പായി ലഹള. ഇതിനെയാണ് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പെട്ടെന്നുള്ള കാരണമായി കണക്കാക്കുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞ പലതരത്തിലുള്ള പ്രയാസങ്ങൾ കൊണ്ട് ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ. ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ ഒരു പുതിയ നിയമം കൊണ്ടുവരാൻ ബ്രിട്ടീഷുകാർ തീരുമാനിക്കുന്നത്. ഒരു പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തു. ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട വെടിയുണ്ട
അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് അവ നിർമ്മിച്ചിരിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചിരുന്നു എന്ന വാർത്ത പ്രചരിച്ചു. കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് പൊടിച്ചു ഉണ്ടാക്കുന്നതാണ് എന്നുള്ള വാർത്തയും പരന്നു. ഇത്തരത്തിലുള്ള വാർത്തകൾ സൈനികർക്കിടയിൽ പ്രകോപനം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള ഒരു പ്രകോപനത്തിലേക്ക് അത് നയിച്ചു. ആദ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ ശിപ്പായിമാരിൽ നിന്നും ശബ്ദമുയർത്തിയത് മംഗൽ പാണ്ഡെ എന്ന് പറയുന്ന ശിപ്പായിയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷുകാരെ തന്നെ ശക്തമായ രീതിയിൽ ബ്രിട്ടീഷ് നിയമങ്ങൾ അനുസരിക്കാൻ പറഞ്ഞ ഓഫീസറെ ശക്തമായ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം ബ്രിട്ടീഷുകാരോട് രേഖപ്പെടുത്തി. ഇതിൻ്റെ ഫലമായി മംഗൽ പാണ്ഡെയെ വധിക്കുന്ന സാഹചര്യമുണ്ടായി. ഇദ്ദേഹമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷിയായി കണക്കാക്കുന്നത്. ശിപ്പായിമാർ തുടങ്ങിവെച്ച 1857 കലാപം പിന്നീട് വിവിധ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രധാനമായും ഈ കലാപം ആരംഭിച്ചത് മീററ്റിലായിരുന്നു. പിന്നീട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കാൻ തുടങ്ങി. കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തി അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷാ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു. കാരണം പ്രയാസം അനുഭവിക്കുന്ന ശിപ്പായിമാരായിട്ടുള്ള സൈനികർ ബ്രിട്ടീഷുകാരുമായുള്ള ബന്ധം ഒഴിവാക്കി ബഹദൂർ ഷാ രണ്ടാമൻ്റെ അടുത്തെത്തി ബഹദൂർ ഷയെ രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി ശിപ്പായിമാർ പ്രഖ്യാപിക്കുന്നു. ഈ രീതിയിൽ കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും നോർത്ത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്കും ഇത് വ്യാപിച്ചു. പല സ്ഥലങ്ങളിലും അക്രമങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കാളികളായി. കാൺപൂർ, ലക്നൗ, അഹമ്മദാബാദ്, ഝാൻസി, ആര, ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളായിരുന്നു കലാപത്തിന് ഏറ്റവും പ്രാധാന്യമുണ്ടായിരുന്ന പ്രദേശങ്ങൾ. കാൺപൂരിൽ നാനാ സാഹിബും താന്തിയ തോപ്പിയും നേതൃത്വം നൽകി. ഝാൻസിയിൽ റാണി ലക്ഷ്മിബായി ഝാൻസി റാണി നേതൃത്വം നൽകി. ലക്നൌവിൽ ബീഗം ഹസ്രത്ത് മഹലായിരുന്നു സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ആരയിൽ കൻവർ സിംഗ് എന്നിവരായിരുന്നു സമരത്തിന് നേതൃത്വം നൽകിയത്. പരീക്ഷയ്ക്ക് സ്ഥലവും അവിടെ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയുടെ പേരും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എഴുതിയെടുത്ത് പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നീട് ഈ ഒരു കലാപത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അവരുടെ ആയുധസേന ശക്തി ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തി. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 കലാപം അതൊരു പരാജയമായി മാറി. കാരണം ബ്രിട്ടീഷുകാരുടെ അക്രമത്തിന് മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇന്ത്യയിലെ സമരക്കാർക്ക് സാധിക്കാത്തൊരവസ്ഥ വന്നു. നോക്കാം, ഒന്നാം സ്വാതന്ത്ര്യ സമരം അതായത് 1857 കലാപം, റിവോൾട്ട്, അതൊരു പരാജയമാകാനുണ്ടായ സാഹചര്യം എന്തായിരുന്നു എന്ന് നോക്കാം. ഒന്ന്, ഉത്തരേന്ത്യയിൽ മിക്ക സ്ഥലങ്ങളിലും കലാപങ്ങൾ ഉണ്ടായെങ്കിലും ഇതിനോട് സംഘടിത സ്വഭാവം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നില്ല. മുഴുവൻ ജനങ്ങളും ഇതിൻ്റെ ഭാഗമായി പങ്കാളിത്തം ഉറപ്പാക്കിയിരുന്നില്ല. കലാപകാരികളെ അപേക്ഷിച്ച് സൈനിക ശേഷിയും സംഘടനാ മികവും മെച്ചപ്പെട്ട ആയുധങ്ങളും ബ്രിട്ടീഷുകാരുടെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് വെച്ചുകൊണ്ട് ഇന്ത്യയിലെ സമരക്കാരെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് വളരെ ഈസിയായിരുന്നു. ഇന്ത്യക്കാരിൽ എല്ലാ വിഭാഗങ്ങളുടെയും പിന്തുണ നേടുന്നതിൽ കലാപകാരികൾ പരാജയപ്പെട്ടു. അതായത് ഇന്ത്യയിലെ ഒരു വിഭാഗം അപ്പോഴും ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്യുന്നവരായി നിലകൊണ്ടു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ഇന്ത്യക്കാർ സമരത്തിനെതിരായിരുന്നു. ഇന്ത്യയിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയ ആളുകൾ, ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ, അവർ ബ്രിട്ടനെ സപ്പോർട്ട് ചെയ്തു. സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ കമ്പനിക്കായിരുന്നു പിന്തുണ നൽകിയിരുന്നത്. ഇന്ത്യയിലെ സമ്പന്നരായ നാട്ടുരാജാക്കന്മാർ, പ്രയാസങ്ങൾ നേരിടാത്ത ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നിരുന്ന നാട്ടുരാജാക്കന്മാർ, അവർ കമ്പനിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഈ സമരത്തിൻ്റെ കാലയളവിൽ നിന്നു. ഇത്തരം കാരണങ്ങൾ കൊണ്ട് തന്നെ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു പരാജയമായി മാറി. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള സമരത്തിൻ്റെ പ്രധാന സെൻറ്ററുകൾ ഏതായിരുന്നു എന്നുള്ളത് നമുക്ക് ഈ മാപ്പ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങളാണിവ.
ഇവിടുത്തെ നേതാക്കന്മാർ നേതൃത്വം നൽകിയ വ്യക്തികൾ ആരൊക്കെയാണ് എന്നും ഈ പ്രദേശം ഇന്ന് ഏത് സംസ്ഥാനത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതും നിങ്ങൾ കണ്ടെത്തി എഴുതണം. 1857 സമരം ഒരു പരാജയമായി കണക്കാക്കുന്നെങ്കിലും അത് ഇന്ത്യക്കാർക്ക് നൽകിയ ഒരു പോസിറ്റീവ് എനർജി വളരെ മികച്ചതായിരുന്നു. കാരണം രാജ്യത്തെ ജനങ്ങൾ സംഘടിതമായി ഒരേ മനസ്സോടുകൂടി ബഹുഭൂരിഭാഗം ജനങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ സമരത്തിൻ്റെ ഭാഗമായി മാറി. പിന്നീട് ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉറപ്പാക്കാൻ ഇന്ത്യയിലെ സമരക്കാർക്ക് സാധിച്ചു. ഇത്തരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് ഈ ഒരു സമരം വളരെ വിജയമായി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതുണ്ട്. എന്നാൽ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ, കലാപത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷുകാർ ഈ സമരത്തെ അടിച്ചമർത്തി എന്നതാണ് യാഥാർത്ഥ്യം. കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് മതത്തിന് അതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു. രാജ്യം, നാട്, ദേശീയത എന്ന് പറയുന്ന കോൺസെപ്റ്റായിരുന്നു. അതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ ചക്രവർത്തിയായി ഷാഹിൻഷായെ ഹിന്ദുസ്ഥാൻ ബഹദൂർ ഷായെ ശിപ്പായിമാർ പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനാണ് എന്നുള്ള പ്രഖ്യാപനം സൈനികർ നടത്തി. ഇന്ത്യയുടെ ഭരണം നേരിട്ട് രാജ്ഞിയുടെ കൈകളിലേക്ക് ഏറ്റെടുത്തുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം കൂടി വന്നു. അങ്ങനെ രാജ്യത്തിൻ്റെ പൂർണ്ണ അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും രാജ്ഞി നേരിട്ട് നോക്കുന്നൊരു സാഹചര്യം 1857 ഈ ഒരു സമരത്തിൻ്റെ ഭാഗമായി രൂപം കൊണ്ടു. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അധ്യായത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. നമ്മൾ വായിക്കുന്ന സമയത്ത് ഓരോ കാര്യങ്ങളും വായിക്കുമ്പോൾ അവിടെ 1 മാർക്കിൻ്റെ ചോദ്യം ഉത്തരം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ വായിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രീതിയിൽ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടെത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഏത് പരീക്ഷയായാലും, പ്രത്യേകിച്ച് USS പോലുള്ള 7ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് USS പോലുള്ള പരീക്ഷകളിൽ ഉയർന്ന മാർക്കോടുകൂടി സ്കോളർഷിപ്പ് നേടിയെടുക്കാൻ ഒക്കെ സാധിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ 7ാം ക്ലാസ്സിൻ്റെ 3ാമത്തെ അധ്യായത്തിൽ പഠിക്കേണ്ടതായിട്ടുള്ളത്. ഓരോ ഏരിയയും വളരെ വ്യക്തമായി തന്നെ ഇവിടെ വിശദീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. കൃത്യമായി ഓരോ പാരഗ്രാഫിലും പറയുന്ന ചോദ്യങ്ങളും നമ്മളിവിടെ ചർച്ച ചെയ്തു, അതിൻ്റെ ഉത്തരങ്ങളും നമ്മൾ പറഞ്ഞു. USS പോലുള്ള പരീക്ഷകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികൾ കൃത്യമായി നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കാൻ ശ്രദ്ധിക്കുക. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഭാഗമായ മുഴുവൻ വിദ്യാർത്ഥികൾക്കും പിൻപ്ലസ് മീഡിയയുടെ നന്ദി അറിയിക്കുന്നു.